രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം മതം മാറ്റത്തിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷമതം ന്യൂനപക്ഷമായി മാറേണ്ടി വരും എന്നുള്ളതാണ് നിരീക്ഷണം. അദ്ദേഹം അത് ചെയ്തത് ഹാമിർപൂരിൽ നിന്ന് ഗ്രാമീണരെ ഡൽഹിയിൽ ഒരു സോണു പാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മതം മാറ്റുക. അത് ഈ മാനസികമായിട്ട് ഇല്ലാത്തവരെയൊക്കെ കൈലാഷ് എന്ന് പറഞ്ഞൊരാൾ അവിടെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷെ പിന്നെ അവരെ കാണാനില്ല, വീട്ടിൽ തിരിച്ചു കിട്ടില്ല, അവർ മതം മാറി പോവും. അപ്പോൾ അങ്ങനെ ഒരാൾ തിരിച്ചു വരാതെ അയാളുടെ ഭാര്യ രാംകാളി പ്രജാപതി എന്ന് പറഞ്ഞൊരു സ്ത്രീ കൊണ്ടുപോയി കൊടുത്ത കേസിലാണ് വന്നത്. അതിൽ കോടതി പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വകുപ്പിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, ഓരോരുത്തർക്ക് അവരുടേതായ മതം 26 മറ്റേ പ്രാക്ടീസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് മതം മാറ്റം ചെയ്യാമെന്ന് പറയുന്നതല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദമായ ചർച്ച അർഹിക്കുന്ന ഒന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആ ജഡ്ജ്മെൻറ്റിൽ ഞാൻ കണ്ട ഒരു വലിയ പ്രത്യേകത, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം, ഈ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മതത്തെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തിനെ കൺവേർട്ട് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് പ്രവാചക മതങ്ങളിൽ വിശേഷിച്ചും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഈ കൺവേർഷനിൽ വിശ്വസിക്കുന്നവരും ആണ്. കൺവേർഷൻ അവരുടെ ഒരു ദൈനംദിന മതപരമായ ചടങ്ങോ അല്ലെങ്കിൽ അഭിപ്രായമോ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് മറക്കാൻ സാധ്യമല്ല, അതുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മതം മാറ്റത്തെ എതിർത്തിട്ടുള്ള 2 പേര് ഞാൻ പറയാം. ഒന്ന് മഹാത്മാഗാന്ധിയും 2 ശ്രീനാരായണ ഗുരുദേവനുമാണ്. ഇവർ 2 പേരുടെയും ക്രെഡിബിലിറ്റി അൺക്വസ്റ്റ്യനബിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പേരുടെ, വേറെ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഈ 2 പേരുടെ പേര് പറയാനുള്ളൊരു കാരണം അതാണ്. മതത്തിൻ്റെ ആത്മീയതയെ വിഷലിപ്തമാക്കുന്ന കാളകൂടമാണ് മതപരിവർത്തനം എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധിയെ തന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ ശ്രമിച്ചതിൻ്റെ കഥ രാമൻ വായിച്ചിട്ടുണ്ട്. അംബേദ്കറേയും ഒക്കെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് എനിക്ക് എൻ്റെ മതത്തിൽ എനിക്ക് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതിലാണ് പറഞ്ഞത് യേശുദേവൻ എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട് ആ പാദങ്ങളെ കഴുകി ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞത് ആ സന്ദർഭത്തിലാണ് ഗാന്ധി പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് മതപരിവർത്തനത്തെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുമാരനാശാൻ മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത്, ഈ ഒരു എന്നുള്ളതിനെ മലയാളത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനമാണ്. ഏതൊരു മനുഷ്യനും എന്ന ബഹുവചന അർത്ഥത്തിലാണ് ഒരു മനുഷ്യൻ അവിടെ വന്നു. ആ സ്പെസിഫിക് അല്ല, നോൺ സ്പെസിഫിക് ആയിട്ട് ആണ്, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഏതൊരു ജാതിയും, ഒരു മതം എന്ന് പറഞ്ഞാൽ ഏതൊരു മതവും, അതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന തത്വമുണ്ട്, ആ തത്വമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുള്ളി മതഭേദം പാടില്ല. പക്ഷേ കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ മതഭേദത്തെ അംഗീകരിക്കേണ്ടി വരും. 2 മതങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് മതം എ മതം ബിയേക്കാൾ ഭേദമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മതം എ വിട്ട് മതം ബി സ്വീകരിക്കുന്നു. അപ്പം മതം എയിൽ തുടരുന്നവർക്ക് തീർച്ചയായിട്ടും പറയാവുന്നൊരു കാര്യം അവരുടെ മതമാണ് ഏറ്റവും നല്ലതെന്നാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സംഘർഷത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. അപ്പോൾ ആ സംഘർഷമാണ് മതപരിവർത്തനം എന്നും എവിടെയും എപ്പോഴും ഉണ്ടാക്കുക.
കാരണം താരതമ്യം ചെയ്തിട്ട് ഇതാ ലോകത്തിലെ ഏറ്റവും നല്ല മതം ഇത് വന്നിരിക്കുന്നു, ഇതിനേക്ക് നിങ്ങൾ വരുവിൻ, വാങ്ങുവിൻ, സുഖിപ്പിൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണത്. അത് സാധ്യമല്ല. അതല്ല പ്രൊപഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് കോടതി പറയുന്നത്. ആ മതത്തിൻ്റെ തത്വമനുസരിച്ച് നിങ്ങൾ ജീവിച്ച് കാണിക്കുന്നതാണ് പ്രൊപഗേഷൻ. അല്ലാതെ എന്നെ നിങ്ങളുടെ മതത്തിലേക്ക് ചതുരുപായങ്ങൾ ഉപയോഗിച്ച് ആകർഷിച്ച് മാറ്റുന്നതല്ല. ഇത് വളരെ വ്യക്തമായൊരു തീരുമാനമായിട്ട് തന്നെ വരേണ്ട ഒന്നാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനനുസരിച്ച്, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച്, അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് സമ്മതിക്കലാണ്. ഒപ്പം വേറൊരുത്തനും ഇതേ അവകാശമുണ്ടെന്ന് കൂടി സമ്മതിക്കലാണ്. അപ്പോൾ ഇത് സമ്മതിക്കുമ്പോൾ വേറൊരുത്തന് ഈ മതത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് മതത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് നിരക്കുന്ന ഒന്നല്ല. അത് ഈ ആചാര്യന്മാർ എന്ന് പറയുന്നവർ ആരും അങ്ങനെ ചെയ്തവരുമല്ല. ഇത് കച്ചവടത്തിന് നിരക്കുന്നതാണ്. ഇത് വേറൊരു രീതിയാണ്. അതിൽ ആളെ കൂട്ടുന്നൊരു പരിപാടിയാണ്. ആളെ കൂട്ടി ആളെല്ലാം വോട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മതപരിവർത്തനം അല്ലെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഭദ്രതയോ സുഭദ്രതയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. അത് സാധ്യമല്ല. അപ്പോൾ കോടതി അതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞേക്കാണ്. തീർച്ചയായിട്ടും ആ വിധി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് സുപ്രീം കോടതി വരെ എത്താനുള്ള സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അത് വിധിയുടെ ഭാഗമായി കഴിഞ്ഞോ? കാരണം അത് ജാമ്യത്തിന് പോയതാണ്. അപ്പോൾ ഉള്ളൊരു ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷൻ്റെ പുറത്തല്ലേ ഇത് പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തില്ലേ. ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്തൊരു അഭിപ്രായം കോടതിക്ക് പറയേണ്ടി വരുമല്ലോ. അല്ലാതെ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നുമല്ല. അപ്പോൾ ഈ പ്രൊപഗേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ അല്ല. ഈ പോയിന്റ് ഒരു കോടതിയുടെ വായിൽ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ, അത് വളരെ പ്രധാനമായിട്ട് 25-26 വകുപ്പുകളുടെ 30 കൂടി കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ട്. അതെ, അത് ശരിക്കും ഒരു റീഇൻ്റർപ്രിട്ടേഷൻ ഭരണഘടനാ ബെഞ്ചൊക്കെ എടുത്തിട്ട് ഈ കൺവേർഷൻ ദേശീയ തലത്തിൽ തന്നെ നിരോധിക്കേണ്ട ഒരു ബില്ലോ നിയമമോ ഒക്കെ വരേണ്ടതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ജയലളിത അങ്ങനെ ശക്തമായ നിലപാടെടുത്ത് ആൻറ്റി കൺവേർഷൻ ബില്ലൊക്കെ വന്നതാണ് അവിടെ. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ദൗർബല്യം മുതലെടുത്തിട്ട് അവനെ മതം മാറ്റുന്നത് പോലുള്ള മാരകമായൊരു കാര്യം വേറെ ഇല്ല എന്നാണ്. നിങ്ങളുടെ ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം, നിങ്ങൾ എൻ്റെ മതത്തിൽ ചേരൂ. നിങ്ങൾക്ക് ഇത് വേറെ നിങ്ങൾക്കൊരു അധികാരം കിട്ടണം, അത് ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ എൻ്റെ മതത്തിൽ ചേരൂ എന്ന് പറയണ്. അങ്ങനെ പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. അത് കേരളത്തിലൊക്കെ ഈ കോളനൈസേഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ മതത്തിൽ ചേരുകയാണെങ്കിൽ നികുതി ഒഴിവാക്കി തരാം. അല്ല, ഇതിൽ ഏറ്റവും വൃത്തികേട് കാണിച്ച ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോഴിക്കോട് സാമൂതിരി എന്ന് പറയുന്ന ഒരു രാജാവാണ്. അയാൾ കാണിച്ചൊരു വൃത്തികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അയാൾ 2 വൃത്തികേട് സാമൂതിരി ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വൃത്തികേട് എന്ന് വെച്ചാൽ നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ഭരണാധികാരി കച്ചവടക്കാരനാകാൻ പാടില്ല. അയാളുടെ പണി ഈ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കലല്ല. അപ്പോൾ അതുകൊണ്ട് പാശ്ചാത്യ രീതികളിൽ അവരെല്ലാവരും വലിയ വ്യവസായികളായിരിക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ. ഇന്ത്യൻ സങ്കല്പത്തിൽ ഭരണാധികാരിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് ആളുകളെ പ്രാപ്തരാക്കുകയും അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ഇൻകം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇൻകമാണ്, രാജാവിൻ്റെ ഇൻകമല്ല. പക്ഷേ ഇതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് കച്ചവടാദികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയ ഒരു താരതമ്യേന മലിനചിത്തനായ ഒരാളാണ് ഈ സാമൂതിരി എന്ന് പറയുന്നത്. അപ്പോൾ ആ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കൺവേർഷന് മതപരിവർത്തനത്തിനെ ഒരു ടൂളാക്കി എടുത്തു എന്ന വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളിലും മൂത്ത പുരുഷൻ, ആ മുക്കുവ കുടുംബങ്ങളിൽ ജനിക്കുന്ന മൂത്ത കുട്ടി പുരുഷനാണെങ്കിൽ അയാളെ ഇസ്ലാമാക്കണം. അതൊരു ചോദ്യം വരുന്നത്,
ആയിരക്കണക്കിന് ആണ്ടുകളായിട്ട് ഒരു ജനത, വിശേഷിച്ചും മുക്കുവർ, അവർ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് റിലീജിയസ് ആണ്. കാരണം അത് കടലിൽ പോകുമ്പോൾ അതേ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കരയിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് സിദ്ധാന്തവും പറയാൻ പറ്റും. കടലിൽ പോയി കഴിഞ്ഞാൽ അതിര് കാണാൻ പറ്റില്ല, എവിടെയാണെന്നറിയാൻ പറ്റില്ല. നമ്മളെ പിടിക്കാൻ വരുമ്പോൾ സ്രാവ് പോകില്ല, ഒരു കാരണവശാലും പോകില്ല. മാത്രമല്ല, സ്രാവ് വരയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരയണമെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മാർസേ എന്നെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ആരും വരില്ല, ദൈവത്തെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അനുഭവമുള്ളത്, ഒരു നക്സലിസം വിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്, എൻ്റെ വേറൊരു സ്നേഹിതൻ്റെ ശുപാർശ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഫിഷിംഗ് വെസലിലൊരു ജോലി തരപ്പെടുത്തി കൊടുത്തു. 3-ാം ദിവസം അദ്ദേഹം ദൈവത്തെ വിളിച്ചു. കാരണം 3-ാം ദിവസം പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും എന്ന് പറഞ്ഞാൽ നിലാവ് പരന്നു കിടക്കുന്ന കടലാണ്. അത് അതിർത്തികൾ കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു കാറ്റും മഴയും വന്നത്. അതോടുകൂടി അദ്ദേഹം ദൈവവിശ്വാസിയായി. അവിടെ പോകുന്ന ആരും അങ്ങനെയാകും. അങ്ങനെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലീജിയസ് എക്സ്പീരിയൻസ് ഉള്ള, റിലീജിയസ് കമ്മിറ്റ്മെൻ്റ് ഉള്ള കേന്ദ്ര സർക്കാരെ, അല്ല ഒരു വാചകം, കേന്ദ്ര സർക്കാർ അങ്ങനെയാണെങ്കിൽ ആ റെഡ് കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് ജാർഖണ്ഡ് ആ മേഖലയൊക്കെയുള്ള ഈ മാവോയിസ്റ്റുകളെ കൂട്ടായിട്ട് പിടിച്ചിട്ട് ഈ കടല് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഒരു തീർച്ചയായും ഏത് മാവോയിസ്റ്റ് പോയാലും 2-ാം ദിവസം അവൻ വിശ്വാസിയായി പോകും. കാരണം കടലിൽ പോയിട്ട് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് കാറൽ മാർക്സ് രക്ഷിക്കുമെന്ന് സഖാവ് മാനായ ലെനിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലിൻപിയാവോ ആൻറ്റി ലിൻപിയാവോ വിരുദ്ധ ചാരു മജുംദാർ ഗ്രൂപ്പിൻ്റെ സിദ്ധാന്തം കടൽ സംബന്ധിച്ച് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള സാഹിത്യകാരൻ കടലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഡീപ്പ് റൂട്ടഡായ റിലീജിയസ് എക്സ്പീരിയൻസ് ഉള്ള, കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഫെയ്ത്തുള്ള ഒരാളോട് അവരുടെ മതം ഉപേക്ഷിക്കണം എന്ന് പറയാൻ ഇയാൾക്ക് ആരധികാരം കൊടുത്തു? ഈ സാമൂതിരിക്ക്. അത് അധികാര ദുർവിനിയോഗമാണ്. ഒരു രാജാവ് എന്ന നിലക്ക് അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു കക്ഷിയാണ് ഈ പറഞ്ഞ സാമൂതിരി. വലിയ കച്ചവടക്കാർ, ഈ ഇസ്ലാമിക കച്ചവടക്കാർ വരുമ്പോൾ സാമൂതിരി ഇവരെ കുളക്കടവിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒന്ന് അതെന്തിനാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാരയാണെന്ന് പറയുക. അത് ശരി, കുളക്കടവിൽ പോയിട്ട്. അപ്പോൾ അത് നമ്മുടെ മാഷ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. മണ്ണ്, പെണ്ണ്, പിന്നെ പണം, ഈ 3 കാര്യങ്ങളാണ് കച്ചവടക്കാർ സാമൂതിരിയുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. അത് 3 ഇദ്ദേഹം കൊടുത്തിരുന്നു എന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ശരിയാണ്. അങ്ങനെ ഈ കൺവേർഷന് ഒരു ഔദ്യോഗിക ഛായ ഉണ്ടാക്കി കൊടുത്ത മഹാൻ തീർച്ചയായിട്ടും ഇദ്ദേഹമാണ്. കൂട്ടത്തിൽ കൂടി പറഞ്ഞേക്കട്ടെ, 2004 രേവതി പട്ടത്താനം കിട്ടിയത് എനിക്കാണ്. ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈയിടെ എനിക്കത് കണ്ടു കിട്ടി. അങ്ങനെയാണ് 2004 എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ പേരിലൊന്നുമല്ല. പക്ഷേ ഇത് പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിയയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. വളരെ വൃത്തികേടാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതെങ്കിലും ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നത് ദൈവത്തോടും അവനവനോടും ചെയ്യുന്നൊരു പാപകൃത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് രാധാകൃഷ്ണൻ പറയുന്നത് ഈ ഫോഴ്സിബിൾ കൺവേർഷനെ പറ്റിയല്ലേ? ഫോഴ്സിബിൾ മാത്രമല്ല, ഒരാൾക്ക് ബോധ്യം വന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ അയാൾ ഇത് ചെയ്യില്ല. ഏത് ചെയ്യില്ല? ഈ പറയുന്ന രീതിയിൽ ആത്മീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് കൺവേർഷനല്ല, അയാൾക്ക് വരുന്നത് ആത്മീയതയുടെ ഒരു ഉണർവാണ് ഉണ്ടാവുക. ഇപ്പോൾ യേശുദേവനെ വായിച്ചു പോകുമ്പോൾ, ബൈബിള് വായിച്ചു പോകുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലല്ലോ. ഞാനും നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ട്. നമ്മൾ 2 കൂട്ടരും ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് യേശുദേവൻ്റെ ഇത് വായിക്കുന്നത്. അതിന് യേശുദേവൻ സഭ സ്ഥാപിച്ചില്ലല്ലോ. ഇല്ല, ഇപ്പം അതാണല്ലോ നടക്കുന്നത്. അത് പോയിക്കോട്ടെ, അതിനെക്കുറിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു ആത്മീയത എന്ന് പറയുന്ന ഒരു തലത്തിന് കൂടി എതിര് നിൽക്കുന്ന ഒന്നാണ് കൺവേർഷൻ. അത് തീർച്ചയായിട്ടും അത് നിരോധിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.